हरि ओम हरि ओम। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। अज्ञानान्तर्गहनपतितान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिखातापसं पच्यमानान् मुक्त्वा मौनं वटविडपिनो मूलतो निष्पदन्ति। शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा। शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा। शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा। नारायण हरि ओम नारायण नारायण। എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരി ഓം. ശങ്കരസ്തോത്ര തരംഗിണി പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. 254 ദിവസം ത്രിപുരസുന്ദരി മാനസപൂജ സ്തോത്രം 26 ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. ഒന്നാം ശ്ലോകം ചൊല്ലിയിട്ട് 89 മുതൽ 127 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം.
ശ്രീമഹാദേവ്യൈ നമഃ. മമ ന ഭജനശക്തിഃ പാദയോസ്തേന ഭക്തിഃ ന ച വിഷയവിരക്തിഃ ധ്യാനയോഗേന സക്തിഃ ഇതി മനസി സദാഹം ചിന്തയൻ ആദ്യശക്തേ രുചിരവചന പുഷ്പൈർ അർച്ചനം സഞ്ചിനോമി. 89 മുതൽ ചൊല്ലാം. ത്രൈലോക്യമോഹനമിതി പ്രഥിതേ തു ചക്രേ ചഞ്ചദ്വിഭൂഷണഗണത്രിപുരാധിവാസേ രേഖാത്രയേ സ്ഥിതവതീരണിമാദിസിദ്ധിഃ മുദ്രാനമാമി സതതം പ്രകടാഭിധാസ്താഃ. സർവാശാ പരിപൂരകേ വസുദളദ്വന്ദ്വേന വിഭ്രാജിതേ വിസ്ഫൂർജ ത്രിപുരേശ്വരീ നിവസതൗ ചക്രേ സ്ഥിതാ നിത്യശഃ. കാമാകർഷണികാദയോ മണിഗണഭ്രാജിഷ്ണു ദിവ്യാംബരാഃ യോഗിന്യഃ പ്രതിശന്തു കാംക്ഷിതബലം വിഖ്യാതഗുപ്താഭിധാഃ. മഹേശി വസുഭിർദളൈർലസതി സർവസംക്ഷോഭണേ വിഭൂഷണഗണസ്ഫുരത്രിപുരസുന്ദരീ സദ്മനി അനംഗകുസുമാദയോ വിവിധഭൂഷണോദ്ഭാസിതാഃ ദിശന്തു മമ കാംക്ഷിതം തനുതരാശ്ച ഗുപ്താഭിധാഃ. ലസദ്യുഗദശാരകേ സ്ഫുരതി സർവസൗഭാഗ്യദേ ശുഭാഭരണഭൂഷിത ത്രിപുരവാസിനി മന്ദിരേ സ്ഥിതാ ദദതു മംഗളം സുഭഗ സർവസംക്ഷോഭിണീ മുഖ സകല സിദ്ധയോ വിദിത സമ്പ്രദായാഭിധാഃ. ബഹിർദശാരേ സർവാർത്ഥസാധകേ ത്രിപുരാശ്രയാഃ കുലകൗളാഭിധാഃ പാന്തു സർവസിദ്ധിപ്രദായികാഃ. അന്തഃശോഭിതശാരകേ തിലളിതേ സർവാദിരക്ഷാകരേ മാലിന്യാ ത്രിപുരാദ്യയാ വിരചിതാവാസേ സ്ഥിതം നിത്യശഃ. നാനാരത്നവിഭൂഷണം മണിഗണഭ്രാജിഷ്ണു ദിവ്യാംബരം സർവജ്ഞാധികശക്തിവൃന്ദമനിശം വന്ദേ നിഗർഭാഭിദം. സർവരോഗഹരേഷ്ടാരേ ത്രിപുരാസിദ്ധയാന്വിതേ രഹസ്യയോഗിനീർനിത്യം വശിന്യാദ്യാഃ നമാമ്യഹം. ചൂതാശോകവികാസികേദഗരജഃ പ്രോദ്ഭാസി നീലാംബുജഃ പ്രസ്ഫൂർജൻ നവമല്ലികാസമുദിതൈഃ പുഷ്പൈഃ ശരാൻ നിർമ്മിതാൻ. രമ്യം പുഷ്പശരാസനം സുലളിതം പാശം തദാ ചങ്കുശം വന്ദേ താവകമായുധം പരശിവേ ചക്രാന്തരാളേ സ്ഥിതം. ത്രികോണ ഉദിതപ്രഭേ ജഗതി സർവസിദ്ധിപ്രദേ യുതേ ത്രിപുരയാംബയാ സ്ഥിതവതീ ച കാമേശ്വരി. തനോതു മമ മംഗളം സകല ശർമ്മ വജ്രേശ്വരി. കരോതു ഭഗമാലിനി സ്ഫുരതു മാമകേ ചേതസി. സർവാനന്ദമയേ സമസ്ത ജഗദാമാദാംശിതേ ബൈന്ദവേ ഭൈരവ്യാ ത്രിപുരാദ്യയാ വിരചിതാവാസേ സ്ഥിതാ സുന്ദരി. ആനന്ദോല്ലസിതേ ക്ഷണ മണിഗണഭ്രാജിഷ്ണുഭൂഷാംബര വിസ്ഫൂർജദ്വദന പരാപരരഃ സാ പാതു മാം യോഗിനി. ഉല്ലസത്കനകകാന്തിഭാസുരം സൗരഭസ്ഫുരണവാസിതാംബരം ദൂരദഃ പരിഹൃതം മധുരതൈരർപ്പയാമി തവ ദേവി ചമ്പകം. വൈരമുദ്ദതമപാസ്യ ശംഭുനാ മസ്തകേ വിനിഹതം കലച്ചലാത്
ഗന്ധലുബ്ധമധുപാശ്രിതം സദാ കേതകീകുസുമമർപ്പയാമി തേ. ചൂർണീകൃതം ദ്രാഗിവ പദ്മജേന ത്വദാനനസ്പർദ്ധി സുധാംശുബിംബം സമർപ്പയാമി സ്ഫുടമഞ്ജലിസ്തം വികാസി ജാതി കുസുമോൽക്കരം തേ. അഗരുബഹളധൂപാചസ്ര സൗരഭ്യരമ്യാം മരകതമണിരാജീരാജിഹാരിസ്രഗാഭാം ദിശി വിദിശി വിസർപ്പദ്ഗന്ധലുബ്ധാളിമാലാം ബകുളകുസുമമാലാം ഖണ്ഡപീഠേർപ്പയാമി. ഈകാരോർധ്വഗബിന്ദുരാനനമധോ ബിന്ദുദ്വയം ച സ്തനൗ ത്രൈലോക്യേ ഗുരുഗമ്യമേതദഖിലം ഹാർദം ചരേകാത്മകം. ഇത്തം കാമകലാത്മികാം ഭഗവതീം അന്തഃസമാരാധയൻ ആനന്ദാംബുധിമജ്ജനേ പ്രലഭതാം ആനന്ദധും സജ്ജനഃ. ധൂപം തേകരു സംഭവം ഭഗവതി പ്രോല്ലാസി ഗന്ധോദ്ദുരം ദീപം ചൈവ നിവേദയാമി മഹസാ ഹാർദാന്ധകാരച്ഛിദം. രത്നസ്വർണ വിനിർമ്മിതേഷു പരിതഃ പാത്രേഷു സംസ്ഥാപിതം നൈവേദ്യം വിനിവേദയാമി പരമാനന്ദാത്മികേ സുന്ദരീ. ജാതീകോരകതുല്യമോദനമിദം സൗവർണപാത്രേ സ്ഥിതം ശുദ്ധാന്നം ശുചിമുദ്ഗമാശ ചണകോൽഭൂതാസ്തദാ സൂപകാഃ. പ്രാജ്യം മാഹിഷമാജ്യമുത്തമമിദം ഹയ്യംഗവീനം പൃഥക് പാത്രേഷു പ്രതിപാദിതം പരശിവേ തൽ സർവമംഗീകുരു. ശിംബീസൂരണശാഖബിംബബൃഹതീ കൂഷ്മാണ്ഡകോശാതകീ വൃന്ദാകാനി പടോലകാനി മൃദുനാ സംസാദിതാന്യഗ്നിനാ സമ്പന്നാനി ച വേസവാരവിസരൈർദിവ്യാനി ഭക്ത്യാ കൃതാന്യഗ്രേ തേ വിനിവേദയാമി ഗിരിജേ സൗവർണപാത്രവ്രജേ. നിംബൂകാർദ്രകചൂതകന്ദ കദളീ കൗശാതകീ കർക്കടീ ധാത്രീ ബിൽവകരീരകൈർ വിരചിതാന്യാനന്ദചിദ്വിഗ്രഹേ രാജീഭിക്കടുതൈല സൈന്ധവ ഹരിദ്രാഭിസ്ഥിതാൻ പാതയേ സന്ധാനാനി നിവേദയാമി ഗിരിജേ ഭൂരിപ്രകാരാണി തേ. സിതയാഞ്ജിതലഡ്ഡുഗൗരജാൻ മൃദുപൂപാൻ മൃദുലാശ്ച പൂരികാഃ പരമാന്നമിദം ച പാർവതി പ്രണയേന പ്രതിപാദയാമി തേ. ദുഗ്ധമേതദനലേ സമാദിദം ചന്ദ്രമണ്ഡലനിഭം തദാ ദധി ഭാണിതം ശിഖരിണീം സിതാസിതാം സർവമംബ വിനിവേദയാമി തേ. അഗ്രേ തേ വിനിവേദ്യ സർവമമിതം നൈവേദ്യമംഗീകൃതം ജ്ഞാത്വാ തത്വചതുഷ്ടയം പ്രഥമദോ മന്യേ സുതൃപ്താം തതഃ ദേവീം ത്വാം പരിശിഷ്ടമംബ കനകാമത്രേഷു സംസ്ഥാപിതം ശക്തിഭ്യഃ സമുപാഹരാമി സകലം ദേവേശി ശംഭുപ്രിയേ. വാമേന സ്വർണപാത്രീമനുപമ പരമാന്യേന പൂർണ്ണാം ദദാനാം അന്യേന സ്വർണദർവീം നിജജനഹൃദയാഭീഷ്ടദാം ധാരയന്തീം സിന്ദൂരാരക്തവസ്ത്രാം വിവിധമണിലസദ്ഭൂഷണാം മേചകാംഗീം തിഷ്ടന്തീം അഗ്രതസ്തേ മധുമദമുദിതാം അന്നപൂർണാം നമാമി. പങ്ക്ത്യോപവിഷ്ടാൻ പരിതസ്തു ചക്രം ശക്ത്യാ സ്വയാ ലിംഗിതവാമഭാഗാൻ സർവോപചാരൈഃ പരിപൂജ്യ ഭക്ത്യാ തവാംബികേ പാരിഷദാൻ നമാമി. പരമാമൃതമത്ത സുന്ദരീ ഗണമധ്യസ്ഥിതമർക്കഭാസുരം പരമാമൃത ഗുർണിദേക്ഷണം കിമപി ജ്യോതിരുപാസ്മഹേ പരം. ദൃശ്യത്തെ തവ മുഖാംബുജം ശിവേ ശ്രൂയത്തെ സ്ഫുടമനാഹതധ്വനിഃ
अर्चने तव गिरामगोचरेण प्रयाति विषयान्तरं मनः त्वन्मुखाम्बुज विलोकनोल्लसत्प्रेम निश्चल विलोचनद्वयीम् उन्मनीमुपगतां सभामिमां भावयामि परमेशितावकीम् चक्षुः पश्यतु नेह किञ्चन परं घ्राणं न वाजिग्रतु श्रोत्रं हन्द शृणोतु न त्वगभिनः स्पर्शं समालम्बताम् जिह्वा वेत्तु न वा रसं मम परं युष्मत्स्वरूपामृते नित्यानन्द विघूर्णमाननयने नित्यं मनोमज्जतु यस्त्वां पश्यति पार्वती प्रतिदिनं ध्यानेन तेजोमयीं मन्ये सुन्दरि तत्त्वमेतदखिलं वेदेषु निष्ठां गतम् यस्तस्मिन् समये तवार्चनविधौ आनन्दसान्द्राशयो यातोऽहं तदभिन्नतां परशिवे सोऽयं प्रसादस्तव गणादिनादं वडुगं च योगिनीः क्षेत्रादिनादं च विधिक् च दुष्टये सर्वोपचारैः परिपूज्य भक्तितो निवेदयामो बलिमुक्तयुक्तिभिः वीणामुपाङ्गे खलु वादयन्त्यै निवेद्य शेषं खलु शेषिकायै सौवर्णभृङ्गार विनिर्गतेन जलेन शुद्धाचमनं विधेहि ताम्बूलं विनिवेदयामि विलसत्कर्पूरकस्तूरिकाजादिपूगलवङ्गचूर्णकदिरैः भक्त्या समुल्लासितम् स्फूर्जद्रत्नसमुद्गकप्रणिहितं सौवर्णपात्रे स्थितैः दीपैरुज्ज्वलमन्नचूर्णरचितैरारात्रिकं गृह्यताम् काचिद्गायति किन्नरी कळपदं वाद्यं ददानोर्वशी रम्भा नृत्यति केळिमञ्जुळपदं मातः पुरस्तात्तव कृत्यं प्रोज्य सुरस्त्रियो मधुमदव्यागुर्णमाने क्षणं नित्यानन्दसुधाम्बुधिं तव मुखं पश्यन्ति हृष्यन्ति च ताम्बूलोद्भासि वक्त्रैस्त्वदमलवदनालोकनोल्लासि नेत्रैः चक्रस्तैः शक्तिसङ्गैः परिहृतविषयासङ्गमाकर्ण्यमानम् गीतज्ञाभिः प्रकामं मधुरसमधुरं वादितं किन्नरीभिः वीणाझङ्गारनादं कलय परशिवानन्दसन्दानहेतोः अर्चाविदौ ज्ञानलवोऽपि दूरे दूरे तदा पादकवस्तुजातं प्रदक्षिणीकृत्य ततोर्चनं ते पञ्चोपचारात्मकमर्पयामि यदेप्सितमनोगतप्रकटितोपचारार्चितां निजावरणदेवतागणवृतां सुरेशस्थितां कृताञ्जलिपुटो मुहुः कलितभूमिरष्टाङ्गकैः नमामि भगवत्यहं त्रिपुरसुन्दरी त्राहि माम् विज्ञप्तिरवधेहि मे सुमहदा यत्नेन ते सन्निधिं प्राप्तं मामिह कान्तिशीकमधुना मातर्न दूरीकुरु चित्तं त्वल्पदभावने विभिचरे दृग्वाक् च मे जातु चेत् तल्सौम्ये सुगुणैर्बदाननयदा भूयो विनिर्गच्छति क्वाहं मन्दमदि क्वचेदमखिलैरेकान्तभक्तैस्तुतं ध्यातं देवि तदापि ते स्वमनसा श्रीपादुकापूजनं कादाचित्कमदीयचिन्तनविधौ सन्तुष्टया शर्मदं स्तोत्रं देवतया तया प्रकटितं मन्ये मदीयानने नित्यार्चनमिदं चित्ते भाव्यमानं सदा मया निबद्धं विविधैः पद्यैः अनुगृह्णातु सुन्दरी नित्यार्चनमिदं चित्ते भाव्यमानं सदा मया निबद्धं विविधैः पद्यैः अनुगृह्णातु सुन्दरी इति आदिशंकर भगवत्पादकृतं श्री त्रिपुरसुन्दरी मानसपूजा स्तोत्रं सम्पूर्णम्।
ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം, ശുഭദിനം. അപ്പോൾ ദേവിക്ക് മധുര പലഹാരങ്ങളും പായസത്തോടും കൂടിയുള്ള നൈവേദ്യം വളരെ വിശദമായി സമർപ്പിച്ചു. അതിനുശേഷം ദേവിയുടെ വിഭൂതികളായ ശക്തികൾക്ക്, പാർഷദന്മാർക്ക് ഒക്കെ ശിഷ്ടമായിരിക്കുന്നതെല്ലാം വിഭജിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അന്നപൂർണാദേവിയെ വണങ്ങി. അതിനുശേഷം ദേവിയെ ഇവരുടെയൊക്കെ, ഈ ശക്തികളുടെയൊക്കെ നടുവിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യ സമപ്രഭയായിട്ട് ഉപാസിച്ചു, ഉപമിച്ചു. അത് കഴിഞ്ഞ് ഇന്നലെ കണ്ട ഭാഗങ്ങൾ 114 മുതൽ 116 വരെയുള്ളൂ. 3 ശ്ലോകങ്ങളാണ് ഇന്നലെ കണ്ടത്. വളരെ മനോഹരങ്ങളായിട്ടുള്ള ഒരു പ്രാർത്ഥന പോലെയുള്ള ഭാവമായിരുന്നു. അല്ലയോ ദേവി, ഈ സ്തോത്രങ്ങൾ ചൊല്ലുകയും അമ്മയെ ധ്യാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ മുമ്പിൽ അമ്മയുടെ മുഖാംബുജം ഞാനിതാ കാണുന്നു, അഥവാ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അമ്മയുടെ മുഖകമലം കാണുന്നു. ദൃശ്യതേ തവ മുഖാംബുജം ശിവേ ശ്രൂയതേ സ്ഫുടമനാഹതധ്വനി. എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ, ആ അനാഹതത്തിൽ അത്ഭുതകരമായിട്ടുള്ള ആ നാദങ്ങൾ, ദേവി ധ്യാനപരമായിട്ടുള്ള ആ നാദങ്ങൾ ഞാൻ ശ്രവിക്കുന്നു. അതുപോലെ അമ്മയെ അർച്ചിക്കുന്നതായിട്ടുള്ള സമയത്ത് എൻ്റെ മനസ്സ് വേറെ വിഷയാന്തരങ്ങളിലേക്കൊന്നും പോകുന്നില്ല, വേറെ ഒരു ചിന്തയും വരുന്നില്ല. അർച്ചനേ തവ ഗിരാം അഗോചരേണ പ്രയാതി വിഷയാന്തരം മനഃ. മമ മനഃ വിഷയാന്തരം ന പ്രയാതി. വേറൊരു വിഷയത്തെക്കുറിച്ചും ചിന്തയില്ല, എപ്പോഴും അമ്മയുടെ ചിന്ത തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദേവിയുടെ സഭയിലുള്ള എല്ലാവരും തന്നെ ഒരു ഉന്മന്യാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. ഒരു നിർവൃതിയിൽ, ആനന്ദത്തിൽ മുഴുകി എല്ലാവരും എന്തെന്നില്ലാത്തൊരവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ അവരെ ഭാവന ചെയ്യുന്നു എന്ന് 115 ശ്ലോകത്തിൽ കണ്ടു. ത്വന്മുഖാംബുജ വിലോകനോല്ലസത് പ്രേമനിശ്ചല വിലോചനദ്വയീം. അങ്ങയുടെ മുഖകമലം നോക്കി ആ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള പ്രേമം കൊണ്ട് നിശ്ചലമായ 2 കണ്ണുകളോടുകൂടിയവരായിട്ട് ഉന്മനീമുപഗതാം, ഉന്മന്യാവസ്ഥയെ പ്രാപിച്ച, മനസ്സിനെ അതിക്രമിച്ച, മനസ്സില്ലാത്ത ഒരു സ്തബ്ധമായ നിശ്ചലമായ സമാധി നിലയെ പ്രാപിച്ചിരിക്കുന്നു. ഇമാം സഭാം, ഈ സഭ, അങ്ങനെയുള്ള താവകീം സഭാം ഹേ പരമേശി അഹം ഭാവയാമി. അമ്മയുടെ ആ സഭയെ എല്ലാവരും ഒരു അമ്മയെ ദർശിച്ച് ആനന്ദ നിർവൃതിയിൽ സമാധി നിഷ്ഠരെ പോലെ വേറൊരു ചിന്തയുമില്ലാതെ നിറഞ്ഞിരിക്കുന്ന ആ സഭയെ ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്നു. അങ്ങനെ ഞാനും ആ അവസ്ഥയെ പ്രാപിക്കുന്നു. ദേവിയുടെ സഭാവാസികളെല്ലാം ഏതൊരവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നതായി ഞാൻ ധ്യാനിക്കുന്നുവോ, ഈ സ്തോത്രപാരായണം കൊണ്ട്, മാനസികമായിട്ടുള്ള ഈ പൂജ കൊണ്ട് ഞാനും ആ ഒരു ധന്യാവസ്ഥയെ, ആ ഒരു നിശ്ചലാവസ്ഥയെ, ആ ഒരു മനസ്സിനെ ജയിച്ച അവസ്ഥയെ, സമാധി നിലയെ ഞാനും അനുഭവിക്കുന്നു എന്ന് താല്പര്യം. ഇനി ഇതാ എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ മനസ്സും എപ്പോഴും ദേവിയുടെ ചിന്തയിലും പ്രവൃത്തിയിലും തന്നെ മുഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചക്ഷുഃ പശ്യതുനേഹ കിഞ്ചന പരം ഗ്രാണം നവാജിഗ്രതു ശ്രോത്രം ഹന്ത ശൃണോതു ന ത്വകവിന സ്പർശം സമാലംബദാം ജിഹ്വാവേത്തു നവാരസം മമ പരം യുഷ്മത് സ്വരൂപാമൃതേ നിത്യാനന്ദ വിഘൂർണമാന നയനേ നിത്യം മനോമജ്ജതു. അപ്പൊ എൻ്റെ ചക്ഷുസ് വേറൊന്നും കാണാതിരിക്കട്ടെ. ഇഹ പരം കിഞ്ചന ന പശ്യതു, അന്യമായിട്ടുള്ളത് ഒന്നും തന്നെ കാണാതാവട്ടെ
എപ്പോഴും എൻ്റെ കണ്ണുകളിൽ ദേവി നിറഞ്ഞു നിൽക്കട്ടെ. ഘ്രാണം വാ പരം ന ജിഗ്രതു, എൻ്റെ ഘ്രാണേന്ദ്രിയം, എൻ്റെ നാസിക വേറൊരു മണവും ഒരു ഗന്ധവും ഘ്രാണിക്കാതിരിക്കട്ടെ, ദേവീപരമായ ഗന്ധത്തിൽ മുഴുകിയിരിക്കട്ടെ. ശ്രോത്രം ഹന്ത ശൃണോതു ന, എൻ്റെ ശ്രോത്രേന്ദ്രിയം ദേവിയിൽ നിന്ന് അന്യമായതൊന്നിനെയും ശ്രവിക്കാതിരിക്കട്ടെ, എപ്പോഴും ദേവീപരമായ സ്തുതികൾ കേട്ടുകൊണ്ടിരിക്കട്ടെ. ത്വകബി ന സ്പർശം സമാലംബതാം, എൻ്റെ ത്വക്കിന്ദ്രിയം വേറെ ഒരു സ്പർശത്തിലും ആശ്രയിക്കാതിരിക്കട്ടെ, ഒരു സുഖത്തിന് വേണ്ടിയും കൊതിക്കാതിരിക്കട്ടെ. ദേവീപരമായിട്ടുള്ള കാര്യങ്ങളിൽ സ്പർശം ഉണ്ടാവട്ടെ. ജിഹ്വാവാ രസം നവേത്തു, എൻ്റെ നാവ് ദേവീപരമായിട്ടുള്ള പ്രസാദാദികളിലല്ലാതെ, ദേവിയുടെ നാമ ഉച്ചാരണത്തിലല്ലാതെ വേറൊന്നിലും രസം കാണാതിരിക്കട്ടെ. വേറെ ലോകത്തിൽ ഒരു വിഷയവും എൻ്റെ നാവിനെ രസിപ്പിക്കാതിരിക്കട്ടെ. അതുപോലെ എൻ്റെ മനഃ യുഷ്മത് സ്വരൂപാമൃതേ നിത്യാനന്ദ വികൂർണമാന നയനേ നിത്യം പരം മജ്ജതു, എൻ്റെ മനസ്സ് അമ്മയുടെ സ്വരൂപാമൃതത്തിൽ ആനന്ദം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉന്മാദാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്ന നയനങ്ങളോട് കൂടിയതായിട്ടുള്ള ദേവിയുടെ രൂപത്തിൽ എൻ്റെ മനസ്സ് എപ്പോഴും മുഴുകട്ടെ, അതിൽ രമിക്കട്ടെ, വേറൊരു ചിന്തയും എൻ്റെ മനസ്സിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നല്ലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നമുക്കും ആ പ്രാർത്ഥന ബൈഹാർട്ട് പഠിച്ച് എപ്പോഴും ചൊല്ലാം. ആ ഒരു ശ്ലോകമെങ്കിലും, മറ്റു ശ്ലോകങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും ഈ 116-ാമത്തെ ശ്ലോകം വളരെ പ്രധാനം. അത് എപ്പോഴും പ്രാർത്ഥിക്കാം. ചക്ഷുഃ പശ്യതു നേഹ കിഞ്ചന പരം ഘ്രാണം നവാ ജിഗ്രതു, ശ്രോത്രം ഹന്ത ശൃണോതു നത്വകവിന സ്പർശം സമാലംബതാം, ജിഹ്വാവേത്തു നവാരസം മമ പരം യുഷ്മത് സ്വരൂപാമൃതേ, നിത്യാനന്ദ വികൂർണമാന നയനേ നിത്യം മനോമജ്ജതു, നിത്യാനന്ദ വികൂർണമാന നയനേ നിത്യം മനോമജ്ജതു. ഈ ഒരു ശ്ലോകമെങ്കിലും ബൈഹാർട്ട് പഠിക്കുക, നിത്യവും ചൊല്ലുക. തുടർന്ന് നമുക്ക് കാണാം. മാനസപൂജ തുടരുകയാണ്. അടുത്ത ശ്ലോകത്തിൽ ദേവിയെ ഉപാസിക്കുന്ന സജ്ജനങ്ങളുമായി ഞാൻ താദാത്മ്യം പ്രാപിക്കട്ടെ, അങ്ങനെ പ്രാപിക്കുന്നതായാൽ അതാണ് അങ്ങയുടെ അനുഗ്രഹം എന്ന് അമ്മയോട് പറയുകയാണ്. യസ്ത്വാം പശ്യതി പാർവതി പ്രതിദിനം ധ്യാനേന തേജോമയീം, മന്യേ സുന്ദരി തത്വമേതദഖിലം വേദേഷു നിഷ്ഠാം ഗതം, യസ്തസ്മിൻ സമയേ തവാർച്ചന വിദൗ ആനന്ദസാന്ദ്രാശയോ, യാതോഹം തദഭിന്നതാം പരശിവേ സോയം പ്രസാദസ്തവ. യസ്ത്വാം പശ്യതി പാർവതി പ്രതിദിനം ധ്യാനേന തേജോമയീം, മന്യേ സുന്ദരി തത്വമേതദഖിലം വേദേഷു നിഷ്ഠാം ഗതം, യസ്തസ്മിൻ സമയേ തവാർച്ചന വിദൗ ആനന്ദസാന്ദ്രാശയോ, യാതോഹം തദഭിന്നതാം പരശിവേ സോയം പ്രസാദസ്തവ, സോയം പ്രസാദസ്തവ. അപ്പോൾ പൂജയെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? പ്രസാദം വേണ്ടേ? ദേവിയിൽ നിന്ന് പ്രസാദം കിട്ടണം. ആ പ്രസാദം സ്വയം പ്രസാദസ്തവ, ഇതാണ് ദേവിയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട പ്രസാദം. അപ്പോൾ വേറെ നൈവേദ്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്ക് കിട്ടേണ്ട ഏറ്റവും പ്രഥമമായിട്ടുള്ള പ്രസാദം ഇതാകുന്നു എന്നാ പറയണം. സ്വയം പ്രസാദസ്തവ സഹ അയം, ആ ഇതാണ്, ഈ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വിഷയമാണ് എനിക്ക് പ്രസാദമായി നൽകേണ്ടത്. ഏതാണ് പ്രസാദം?
പ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ പ്രസന്നത തന്നെയാണ് പ്രസാദം, അല്ലേ? പ്രസാദം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണമല്ല, ശരീരത്തിൽ തൊടുന്ന കുറികളോ തീർത്ഥമോ അല്ലെങ്കിൽ ചെവിയിലോ തലയിലോ ചൂടുന്ന പൂക്കളോ, അതൊക്കെ പ്രതീകാത്മകമായ പ്രസാദം. യഥാർത്ഥ പ്രസാദം എന്താണ്? ഇതൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? ഈ പ്രസാദം നമ്മൾ സേവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ പ്രസന്നതയാണ്, മനസ്സിൻ്റെ നിറവാണ്, മനസ്സിൻ്റെ പൂർണ്ണതയാണ്, ആനന്ദം തന്നെയാണ്. അതിനെ തന്നെയാണ് പ്രസാദം എന്ന് പറയുന്നത്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. ആ ഒരു മനസ്സ് പ്രസന്നമാകുമ്പോൾ എല്ലാ ദുഃഖങ്ങളുടെയും ഹാനി ഉണ്ടാവുന്നു എന്ന് ഗീതാകാരൻ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ പ്രസാദം എല്ലാ ദുഃഖത്തിൻ്റെയും നിവൃത്തിയുടെ സ്ഥാനമാകുന്നു. ഇപ്പം നമ്മൾ ഈശ്വര പൂജകളെല്ലാം കഴിച്ച് അതിൽ നിന്ന് കിട്ടുന്നതായിട്ട് പ്രസാദം സേവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞ് നിർവൃതിയിൽ ആറാടണം, നല്ല ആനന്ദത്തിൽ മുഴുകണം. അതാണ് പ്രസാദത്തിൻ്റെ തത്വം. എന്ത് കിട്ടിയാലും പ്രസാദിക്കുക. നമ്മൾ അങ്ങോട്ട് സമർപ്പിച്ച വസ്തുക്കൾ വളരെ ശ്രേഷ്ഠങ്ങളായ വസ്തുക്കളായിരിക്കും. തിരിച്ചു കിട്ടുന്നതൊക്കെ എന്താണോ അവിടുത്തെ നിർമാല്യം, എന്താണോ അവിടുത്തെ പ്രസാദം, അതിൻ്റെ ഗുണദോഷങ്ങളെ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അത് തീർച്ചയായിട്ടും ഭഗവതിയുടെ പ്രസാദം എന്നുള്ള ആ ഒരൊറ്റ ഭാവന കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുകയാണ്, പൂർണ്ണമാവുകയാണ്. അതിലൊരു കുറവും കാണുന്നില്ല നമ്മൾ. എന്ത് കുറവ് ഭൗതികമായിട്ടുണ്ടെങ്കിലും, അല്ലേ? നമ്മൾ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ആ വസ്തുക്കൾ ഏറ്റവും പെർഫെക്റ്റ്, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. ദ ബെസ്റ്റ് പോസിബിൾ, ദ ബെസ്റ്റ് പ്രസാദ ബുദ്ധിയ സ്വീകരിക്കണം. അപ്പം നമ്മൾ പുതിയ പൂക്കൾ കൊണ്ട് കൊടുക്കുന്നു, നല്ല പൂക്കളെ കൊണ്ട് കെട്ടിയ മാലകൾ കൊണ്ട് കൊടുക്കുന്നു. നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇന്നലെ ചൂടിയ വാടിയ പൂക്കളാണ് പ്രസാദമായിട്ട് കിട്ടുക, നിർമാല്യമാണ് കിട്ടുക. നമ്മൾ ആരെങ്കിലും വേണ്ടാന്ന് പറയോ? അത് കിട്ടാൻ നമ്മൾ മത്സരിക്കും. വിശിഷ്ടമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നിർമാല്യം അഴിച്ച് അത് പ്രസാദമായിട്ട് പുറത്തേക്ക് ഇടുമ്പോൾ അതിന് പിടിയും വലിയുണ്ടാവും ആൾക്കാർ. അത് വാടിയ പൂവാണെന്ന് നമ്മൾ കാണുന്നില്ല. ഗുരുവായൂരപ്പൻ ചാർത്തി അനുഗ്രഹിച്ച ആ ഗുരുവായൂരപ്പൻ്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം അതിൽ നിറഞ്ഞിരിക്കുന്നു. അത് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറയുന്നു, പ്രസാദം അഥവാ പ്രസന്നത ഉണ്ടാകുന്നു. അതുപോലെ ഏത് വസ്തുവാണെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുത്തത് ഇങ്ങോട്ട് കിട്ടുമ്പോൾ അതിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവാം. അതൊന്നും നമ്മൾ കാണാൻ പാടില്ല, അല്ലേ? നമ്മൾ പല ക്ഷേത്രങ്ങളിലും നാളികേരവും പഴവും പൂജയ്ക്ക് കൊണ്ട് കൊടുക്കും. നാളികേരവും പഴവും പൂജയ്ക്ക് കൊണ്ട് കൊടുത്താൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ പൂജാരി തിരക്ക് കാരണം മാറിപ്പോകും നാളികേരം തമ്മിൽ. നമ്മൾ വലിയ നാളികേരം വീട്ടിലുണ്ടായത് കൊണ്ട് കൊടുത്തതാണ്, തിരിച്ചു കിട്ടിയത് ഒരു ചെറിയ നാളികേരത്തിൻ്റെ കഷ്ണങ്ങളാണ്. നമ്മൾ അവിടെ നിന്ന് മത്സരിക്കുകയോ തർക്കിക്കുകയോ? ഇതല്ല എൻ്റെ നാളികേരം വലുതാണ് എന്ന് പറയാൻ പാടുമോ? ചിലപ്പോൾ അത് വേറെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് കിട്ടാൻ വൈകി, കിട്ടിയത് ചെറുതാണ്. ഇനിയിപ്പോൾ ആ ശാന്തി എന്ത് ചെയ്യും? പാവം അയാൾക്ക് തിരക്കിൻ്റെ ഇടയിൽ ഇത് ഓരോരുത്തരെയും നോട്ട് ചെയ്ത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ? അതൊന്നും സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? കിട്ടിയത് വാങ്ങിച്ച് സന്തോഷമായിട്ട് പോകണം. കാരണം നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അതിൽ നമുക്കൊരവകാശമില്ല. അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുത്തു, ഇങ്ങോട്ട് കിട്ടുന്നത് എന്തും ദേവിയുടെ അനുഗ്രഹം, പ്രസാദം. ഇത് നമ്മുടേതല്ല. അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടേതല്ല. അപ്പോൾ പിന്നെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാൻ പാടില്ല. അല്ല, വീട്ടിലേക്ക് ചട്നിക്ക് കണക്കാക്കിയിട്ടാണ് നാളികേരവും കൊണ്ട് പൂജയ്ക്ക് പോയതെങ്കിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടില്ല എന്നർത്ഥം. ചട്നി കണക്കാക്കിയിട്ട് ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ട് വേണം ചട്നി അരയ്ക്കാന്ന് പറഞ്ഞിട്ട് പോയിരുന്നു, അത് കിട്ടിയില്ല, മാറിപ്പോയി. അപ്പോൾ പൂജാരിയോട് ശണ്ട കൂടുക. അതൊന്നും
പൂജാവിധികളിൽ പെട്ടതല്ല. അത് നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യേണ്ട രീതിയിൽ സമർപ്പിച്ചിട്ടില്ല. സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവകാശമില്ല, പിന്നെ കിട്ടിയതൊക്കെ പ്രസാദം. ചിലപ്പോൾ 4 പഴം കൊണ്ട് കൊടുത്തു, 2 എണ്ണം പൂജാരി അവിടെ മാറ്റിവെച്ച് 2 എണ്ണം നമുക്ക് തരും. പാവം പൂജാരിക്ക് വളരെ ചുരുങ്ങിയ വരുമാനമായിരിക്കും, അയാൾക്ക് ഇതൊക്കെ കൊണ്ടുപോയിട്ട് വേണം വീട്ടിൽ കഴിയാൻ. അത് അയാൾ മാറ്റിവെച്ചാൽ അതിലും കണക്ക് പറയരുത്, അതിലും മനസ്സിൽ യാതൊന്നും തോന്നരുത്, സന്തോഷമായിട്ട് വാങ്ങിക്കണം. അപ്പം അതുപോലെ ഓരോ കാര്യങ്ങളും അങ്ങോട്ട് കൊടുത്തത് അത്രയും ഗുണത്തോടു കൂടി ആയിരിക്കില്ല. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ തിരിച്ചു കിട്ടുമ്പോൾ അതിൽ കുറവുകളുണ്ടാവാം, ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. അതൊന്നും നമ്മൾ കാണില്ല. പ്രസാദം എന്ത് കിട്ടിയാലും പ്രസന്നതയോടെ സ്വീകരിക്കുക, എന്നിട്ടോ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുക. അതാണ് പ്രസാദത്തിൻ്റെ പ്രത്യേകത. പ്രസാദം ഒറ്റയ്ക്ക് കഴിക്കാൻ പാടില്ല എന്ന് നമ്മുടെ പൂർവികർ പറയും. കിട്ടിയാൽ ഉടനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് കഴിക്കുക. ആ സന്തോഷത്തെ നമ്മൾ പങ്കിടുകയാണ്, ആനന്ദത്തെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുകയാണ്. അതാണ് പ്രസാദ ബുദ്ധി എന്ന് പറയുന്നത്. സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. ഇത്രയും കിട്ടിയല്ലോ, ഞാൻ അനുഗ്രഹീതനായി അല്ലെങ്കിൽ അനുഗ്രഹീതയായി എന്നുള്ള ആ ഒരു ഭാവം. അപ്പം അതാണ് ഇവിടെയും പ്രസന്നത അഥവാ പ്രസാദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേവിക്ക് അങ്ങോട്ട് സമർപ്പിക്കാനുള്ളതൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു, ഇനി ഇങ്ങോട്ട് എനിക്ക് എന്താ വേണ്ടത് പ്രസാദമായിട്ട് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ദേവി, അല്ലയോ ദേവി, ത്വാം യഹ പശ്യതി പാർവതി പ്രതിദിനം ധ്യാനേന തേജോമയീം. അല്ലയോ സുന്ദരിയായ പാർവതി, ത്രിപുരസുന്ദരിയായ പാർവതി, പരശിവേ 3 സംബോധനയുണ്ട്. ഹേ സുന്ദരി എന്ന് 2-ാം വരിയില്, പരശിവേ എന്ന് 4-ാം വരിയില്, പാർവതി എന്ന 1-ാം വരിയില്. അല്ലയോ പാർവതി, അല്ലയോ ത്രിപുര സുന്ദരി, അല്ലയോ പരശിവേ, പരമശിവ പത്നി, മംഗളസ്വരൂപിണി. യഹ പ്രതിദിനം ധ്യാനേന തേജോമയീം ത്വാം പശ്യതി. ഏതൊരുവനാണോ ദിനം തോറും ധ്യാനത്തിലൂടെ തേജോമയിയായ ജ്യോതിസ്വരൂപിണിയായ ദേവിയെ ദർശിക്കുന്നത്, ത്വാം പശ്യതി, അമ്മയെ ദർശിക്കുന്നത്. അപ്പൊ ഏതൊരു ഭക്തൻ, ഉപാസകൻ ദേവിയെ നിരന്തരം ധ്യാനിച്ച് ഉള്ളിൽ നിരന്തരം ദേവിയെ കാണുന്നുവോ, പ്രതിദിനം ത്വാം പശ്യതി തേജോമയീം ത്വാം ധ്യാനേന പശ്യതി. അതുപോലെ ഏതത് അഖിലം തത്വം വേദേഷു നിഷ്ഠാം ഗതം പശ്യതി. ഈ ദേവിയെ സംബന്ധിച്ചതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, ദേവിയുടെ വിഭൂതികളെ സംബന്ധിച്ചാവട്ടെ, ദേവിയുടെ ശക്തികളാവട്ടെ, ദേവിക്ക് സമർപ്പിക്കപ്പെടുന്നതായിട്ടുള്ള പൂജാ ദ്രവ്യങ്ങളാവട്ടെ, ഇതെല്ലാം വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഓരോരോ തത്വങ്ങളുടെ പ്രതീകങ്ങളാണ് എന്നാരാണോ ദർശിക്കുന്നത്, ഏതദഖിലം തത്വം വേദേഷു നിഷ്ഠാം ഗതം പശ്യതി. അപ്പൊ ദേവിക്ക് ഓരോ ദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോഴും അതിനൊക്കെ തത്വമുണ്ട് ആഗമശാസ്ത്രങ്ങളിൽ, അല്ലേ? ഇപ്പൊ നമ്മൾ ദേവിക്ക് വെള്ളം സമർപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ വെള്ളം മുഴുവൻ അങ്ങയുടേതാണ്, അതിൻ്റെ പ്രതീകമായി ഞാനിതാ അമ്മയ്ക്ക് അല്പം വെള്ളം നൽകുന്നു. ദേവിക്ക് ദീപം കാണിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ അഗ്നി മുഴുവൻ ദേവി തന്നെയാണ്, ദേവിയുടെ തന്നെയാണ്. അതിൻ്റെ പ്രതീകമായി ഞാനിതാ ചെറിയൊരു ദീപം അമ്മയ്ക്ക് കാണിക്കുന്നു. പുഷ്പം സമർപ്പിക്കുമ്പോൾ ഈ ആകാശം മുഴുവൻ ദേവിയുടെ തന്നെയാണ്, ആ ആകാശതത്വമാണ് പുഷ്പം എന്ന് ഭാവിച്ചുകൊണ്ട് ദേവിക്ക് പുഷ്പം സമർപ്പിക്കുന്നു. അതുപോലെ ഗന്ധങ്ങൾ സമർപ്പിക്കുമ്പോൾ, ധൂപങ്ങൾ സമർപ്പിക്കുമ്പോൾ ഒക്കെ അന്തരീക്ഷത്തിലെ വായു അത് ദേവിയുടേതാണ്, ദേവി നിർമ്മിച്ചതാണ്, ദേവിയിൽ നിന്നുണ്ടായതാണ്, ദേവിയുടെ അനുഗ്രഹമാണ് ഈ ലോകത്തിന് മുഴുവൻ ആ വായു തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രതീകമായിട്ട് ഇതാ ധൂപം കൽപ്പയാമി. ഓരോന്നും പറയുമ്പോൾ അങ്ങനെ തന്ത്രങ്ങളിൽ ശാസ്ത്രങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. ആകാശാത്മനാ പുഷ്പം കൽപ്പയാമി, വായുവാത്മനാ ധൂപം കൽപ്പയാമി.
എന്താ അഗ്നിയാത്മന ദീപം പ്രദർശയാമി. അപ്പിൻ്റെ സ്വരൂപമായിട്ട് ജലതത്വമായിട്ട് നിവേദ്യവും വെള്ളം കൊടുക്കുന്നതെല്ലാം അർഘ്യപാദ്യാദികളൊക്കെ കൊടുക്കുന്നത് അപ്പിൻ്റെ തത്വമായിട്ടാണ്. അതുപോലെ പൃഥ്വി ആത്മന ഗന്ധം സമർപ്പയാമി. ഗന്ധമെന്നാൽ ചന്ദനം മുതലായ ഗന്ധങ്ങളൊക്കെ പൃഥ്വി തത്വമായിട്ട് സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ഓരോ ദ്രവ്യങ്ങൾക്കും ഓരോ തത്വമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയുടേതാണ്, ദേവി തന്നതാണ്, ദേവിയുടെ വിഭൂതിയാണ്. അതിനെ നമ്മൾ എടുത്ത് സേവിക്കുന്നു ധാരാളം, നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ അതിനുള്ള കൃതജ്ഞത പ്രകടിപ്പിക്കുകയാണ്. ദേവി, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം അമ്മ തന്നത് തന്നെയാണ്. അതിൽ നിന്ന് അല്പം എടുത്തത് അമ്മയ്ക്കും സമർപ്പിക്കുന്നു. അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് അമ്മയുടെ പ്രസാദമായി ബാക്കി ഞാൻ സ്വീകരിക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എന്ത് അനുഭവിക്കുമ്പോഴും നമ്മൾ ദേവിയുടെ പ്രസാദം എന്ന ഭാവത്തിൽ അനുഭവിക്കുക. ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ദേവിയുടെ പ്രസാദമായി ആ ധൂപം ഘ്രാണിക്കുന്നു എന്ന് വിചാരിക്കുക. ദേവിക്ക് നമ്മൾ പൂജയ്ക്ക് ധൂപം ഘ്രാണിക്കാറുണ്ട്. ധൂപം അഗ്രാപയാമി എന്ന് പറഞ്ഞ് കാണിക്കും. വാസ്തവത്തിൽ ആ ധൂപത്തിൻ്റെ ഗുണം ആർക്കാ കിട്ടുന്നത്? നമുക്ക് തന്നെ അപ്പപ്പ കിട്ടുന്നുണ്ട്, അല്ലേ? നമ്മളാണ് അനുഭവിക്കുന്നത് ആ ധൂപത്തിൻ്റെ സുഗന്ധം. അപ്പോൾ ആ ധൂപത്തിൻ്റെ സുഗന്ധം അനുഭവിക്കുന്നത് പോലെ തന്നെ അത് ദേവിയുടെ പ്രസാദമായി ഭാവിക്കുന്നത് പോലെ എപ്പോഴും അന്തരീക്ഷ വായുവിനെ നമ്മൾ ശ്വസിക്കുമ്പോഴൊക്കെ ഓർമ്മിക്കുക, ദേവിയുടെ പ്രസാദം ശ്വസിക്കുന്നു. അതുപോലെ ചെവിയിലാണ് നമ്മൾ പൂക്കൾ ചൂടുക. ചെവിയിലാണ് പൂക്കൾ ചൂടേണ്ടത്. സ്ത്രീകൾ തലയിൽ ചൂടും. തത്വത്തിൽ ചെവിയിലാണ് ചൂടേണ്ടത്. ഭക്തന്മാര് ഭക്തി കൊണ്ട് ശിരസിൽ ചൂടുന്നു. ദേവിയുടെ പാദത്തിൽ പൂജിച്ചതായിട്ടുള്ള ആ പുഷ്പത്തെ, നിർമാല്യത്തെ ശിരസിൽ ചൂടുന്നത് ഭക്തി കൊണ്ട് ബുദ്ധിയിൽ ധരിക്കുന്നു. ഭക്തിപൂർവം ഞാൻ ശിരസിൽ ധരിക്കുന്നു എന്ന് താല്പര്യം. അത് ജ്ഞാനപരമായി ചിന്തിച്ചാൽ, താത്വികമായി ചിന്തിച്ചാൽ ചെവിയിലാണ് ചൂടേണ്ടത്. എന്തുകൊണ്ട്? ആകാശതത്വമാണ് പുഷ്പം, ആകാശതത്വമാണ് ചെവി. ആകാശത്തിൽ നിന്നാണ് ചെവി ഉണ്ടായത്, ശബ്ദത്തിൽ നിന്നാണ് ആകാശവും ഉണ്ടായത്, ശബ്ദത്തിൽ നിന്നാണ് ശ്രോത്രേന്ദ്രിയവും ഉണ്ടായത്. ശബ്ദം കേൾക്കാനുള്ള ഇന്ദ്രിയമാണ് ശ്രോത്രേന്ദ്രിയം. അപ്പോൾ ഒരേ തന്മാത്രയിൽ നിന്നാണ് ആകാശവും ശ്രോത്രേന്ദ്രിയവും ഉണ്ടായത്. ആകാശം അതിഭൂതം, ശ്രോത്രേന്ദ്രിയം അധ്യാത്മം. രണ്ടും ഒരേ തത്വമാണ്. ആകാശത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് ചെവി. ആകാശം സമഷ്ടി, ശ്രോത്രേന്ദ്രിയം വെഷ്ടി. അപ്പൊ ആകാശതത്വമായ പുഷ്പത്തെ ചെവിയിൽ ഞാൻ ചൂടുമ്പോൾ ആ ശബ്ദസ്വരൂപമായിരിക്കുന്ന ആകാശത്തെ ഞാൻ എൻ്റെ ശ്രോത്രത്തിന് അലങ്കാരമായി സ്വീകരിക്കുന്നു, അനുഗ്രഹമായി സ്വീകരിക്കുന്നു. അപ്പൊ ഞാൻ കേൾക്കുന്നതെല്ലാം ആ ദേവിയുടെ തന്നെ അനുഗ്രഹമായ ആകാശതത്വം, ആ ശബ്ദതത്വം അതായി തീരട്ടെ, ദേവിയെ സ്തുതിക്കുന്ന വേദമന്ത്രങ്ങളായി തീരട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയോടുകൂടി വേണം ചെവിയിൽ പൂവയ്ക്കാനായിക്കൊണ്ട്. യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, അങ്ങനെ എടുത്ത് ചെവിയിൽ വെക്കുക. അതുപോലെ നമ്മൾ ഒരു തുള്ളി വെള്ളം കുടിക്കുമ്പോഴോ ദേവിയുടെ പ്രസാദമായിട്ട് കരുതുക. എപ്പോൾ എവിടെ നിന്ന് വെള്ളം കുടിച്ചാലും അത് ദേവിയുടെ പ്രസാദം എന്നുള്ള ഭാവത്തിൽ കുടിക്കുക. ദേവിയുടെ തീർത്ഥം, ദേവിയുടെ പാദതീർത്ഥം, ദേവിയുടെ അനുഗ്രഹം. കാരണം ഈ ലോകത്തിലുള്ള വെള്ളം മുഴുവൻ ഉണ്ടാക്കിയത് ദേവി തന്നെയാണ്. അപ്പോൾ ദേവിയിൽ നിന്ന് കിട്ടിയ പ്രസാദമായിട്ട് അതിനെ സ്വീകരിക്കുക.
അതുപോലെ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ദേവിയുടെ പ്രസാദമായി സ്വീകരിക്കുക. എല്ലാം ദേവിയുടെ പ്രസാദമാണെന്ന് കരുതുക. അപ്പൊ ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടും, സ്പർശ ഇന്ദ്രിയത്തിനാണ് നമ്മൾ ചന്ദനം, ഭസ്മം, കുങ്കുമം മുതലായ ഇത് തൊടുന്നത്, ഗന്ധങ്ങൾ തൊടുന്നത്. അത് സ്പർശേന്ദ്രിയത്തിന്. അപ്പൊ അതും ദേവിയുടെ പ്രസാദമായി സ്വീകരിക്കുക. അപ്പൊ നമ്മൾ സ്പർശിക്കുന്നതെല്ലാം ദേവിയുടെ അനുഗ്രഹമാണ്, സ്പർശമാണ് എന്നുള്ള ഭാവന ചെയ്യുക. അപ്പൊ ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും നമ്മൾ ലോകത്തിൽ നിന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ദേവിയുടെ അനുഗ്രഹമായിട്ടുള്ള പ്രസാദമായി സ്വീകരിക്കുക. എപ്പോഴും പ്രസന്നരായിരിക്കുക, ഒരു കംപ്ലൈൻറ്റും ഇല്ലാതിരിക്കുക. എന്ത് കിട്ടിയാലും ദേവിയുടെ പ്രസാദം, ദേവിയുടെ അനുഗ്രഹം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് പ്രാർത്ഥിച്ച പോലെ എല്ലാം നൽകി 5 വിഷയങ്ങളും, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നുള്ള രീതിയിൽ 5 തരം വിഷയങ്ങളും നമുക്ക് യഥേഷ്ടം നൽകിക്കൊണ്ടിരിക്കുന്നത് ദേവി തന്നെയാണ്. ആ കിട്ടുന്ന വിഷയങ്ങളെല്ലാം തന്നെ ദേവിയുടെ പ്രസാദമായി സ്വീകരിക്കുക. ഇതേ ശങ്കരാചാര്യര് ആ ശിവമാനസ പൂജയിൽ അവസാനം പറയണ്ടല്ലോ, പൂജാത്തെ വിഷയോപഭോഗ രചന, വിഷയ ഉപഭോഗ രചന തേ പൂജ. എല്ലാ വിഷയങ്ങൾ ഞാൻ സേവിക്കുന്നതും ഭഗവാനുള്ള പൂജയായി ഞാൻ സമർപ്പിക്കുന്നു എന്ന്. അപ്പം അന്തര്യാമിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാനുള്ള പൂജയായിട്ട് ഇതിനെല്ലാം സ്വീകരിക്കുന്നു. ഞാൻ വിഷയങ്ങളെ സേവിക്കുമ്പോൾ അതെല്ലാം ഗന്ധം സമർപ്പയാമി, ധൂപം സമർപ്പയാമി, ദീപം സമർപ്പയാമി, നൈവേദ്യം സമർപ്പയാമി എന്നിങ്ങനെ ഭാവത്തില് ഞാൻ ഉള്ളിലുള്ള അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനുള്ള പൂജ ചെയ്യുകയാണ് ഓരോ വിഷയങ്ങൾ സേവിക്കുമ്പോഴും. ഭഗവാനെ ഉള്ളിലിരുന്ന് പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന് ശിവമാനസ പൂജയിൽ. അപ്പോൾ ഇവിടെയും അതുപോലെ നമ്മൾ സ്വീകരിക്കുന്ന ലോക വിഷയങ്ങളെല്ലാം തന്നെ ദേവിയുടെ അനുഗ്രഹമായി, ദേവിയുടെ പ്രസാദമായി ഭാവിച്ചാൽ നമുക്ക് എപ്പോഴും പ്രസന്നത നിലനിർത്താം. ഓൾവേസ് ബി പോസിറ്റീവ് എന്ന് പറയാറില്ലേ, ആ പോസിറ്റിവിറ്റി ഇത് തന്നെയാണ്, ഈ പ്രസാദാത്മകത തന്നെയാണ്, ഈ പ്രസാദ ബുദ്ധി തന്നെയാണ്. എപ്പോഴും പ്ലസന്റ് ആയിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിരിക്കുക, എന്തനുഭവിക്കുമ്പോഴും ദേവിയുടെ പ്രസാദം എന്ന ബുദ്ധിയിൽ. അതാണ് യസ്ത്വാം പശ്യതി പാർവതി പ്രതിദിനം ധ്യാനേന തേജോമയീം മന്യേ സുന്ദരി തത്വമേതദഖിലം വേദേഷു നിഷ്ഠാം ഗതം. അപ്പൊ ആരാണോ ഈ തത്വങ്ങളെല്ലാം വേദങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന, ആഗമങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന തത്വങ്ങളാണ് എന്ന് പ്രതിഷ്ഠിതമായി ചിന്തിക്കുന്നത്, കാണുന്നത്, ഏതദഖിലം തത്വം വേദേഷു നിഷ്ഠാം ഗതം പശ്യതി യഹ തസ്മിൻ സമയേ തവ അർച്ചനവിധൗ ആനന്ദ സാന്ദ്രാശയഃ ഭവതി. യഹ തസ്മിൻ സമയേ തവ അർച്ചനവിധൗ, ദേവിയെ അർച്ചിക്കുന്ന സമയത്ത് ആരാണോ ആനന്ദ സാന്ദ്രാശയനായി ഭവിക്കുന്നത്, ആനന്ദ സാന്ദ്രാശയൻ, ആശയം എന്നാൽ അന്ധക്കരണം, ആ അന്ധക്കരണം ആനന്ദ സാന്ദ്രം, ആനന്ദം കൊണ്ട് ഘനീഭവിച്ചത്, ആനന്ദപൂർണം, ആനന്ദ നിബിഡം. അങ്ങനെ ആരുടെ ഹൃദയമാണോ, ആരുടെ ആശയമാണോ, ആരുടെ അന്ധക്കരണമാണോ ഭഗവത് പൂജ ചെയ്യുമ്പോൾ എപ്പോഴും ആനന്ദപൂർണമായിരിക്കുന്നത്, ആനന്ദഘനമായിരിക്കുന്നത്, ജ്ഞാനം അഹം തദ് അഭിന്നതാം യാതഃ ഇതി മന്യേ, യാതോഹം തദ് അഭിന്നതാം മന്യേ. ഞാനും അവനുമായിട്ട് അഭിന്നനായി തീർന്നിരിക്കുന്നു എന്ന് കരുതുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഭഗവതി പൂജ ചെയ്ത് ആനന്ദം അനുഭവിക്കുന്ന ആ മഹാത്മാവുമായി, ആ സാധകനുമായി, ആ ദേവീ ഭക്തനുമായി ഞാനും ഒന്നായി തീർന്നിരിക്കുന്നു എന്ന് കരുതുന്നു, ഞാൻ അവനുമായി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു.
എന്ന് ഞാൻ കരുതുന്നു എന്ന്. അങ്ങനെ ഞാൻ കരുതുന്നത് സഹ അയം തവ പ്രസാദ, ഇതാണ് അമ്മയുടെ പ്രസാദം. അപ്പൊ എനിക്കിങ്ങനെ ചിന്തിക്കാൻ കഴിയണം. ആരൊക്കെ ലോകത്ത് ദേവിയെ പൂജിക്കുന്നുവോ എന്നിട്ട് ആനന്ദിക്കുന്നുവോ അവരുടെ ഉള്ളിൽ അവരുമായി താതാത്മ്യം പ്രാപിച്ച് അവരനുഭവിക്കുന്ന ആനന്ദം അതേസമയം ഞാനും അനുഭവിക്കണം എന്ന് വെച്ചാൽ എന്താ താല്പര്യം? ഇവിടെ എനിക്ക് എപ്പോഴും പൂജിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ എവിടെയൊക്കെ ആരൊക്കെ ദേവിയെ പൂജിക്കുന്നുവോ അവരുമായി ഞാൻ താതാത്മ്യം പ്രാപിക്കട്ടെ, അവരിലൂടെ ഞാൻ ദേവിയെ പൂജിക്കാൻ ഇടയാവട്ടെ, എന്നിട്ട് അവരിലൂടെ അവരനുഭവിക്കുന്ന ആനന്ദം അമ്മയുടെ പ്രസാദമായി ഞാനും അനുഭവിക്കുമാറാകട്ടെ. അപ്പോൾ ആരൊക്കെ ലോകത്തിൽ ദേവിയെ പൂജിക്കുന്നുവോ എന്നിട്ട് ആ പ്രസാദം ആനന്ദം അനുഭവിക്കുന്നുവോ അവരുമായി ഞാൻ ഐക്യം പ്രാപിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? എനിക്ക് നേരിട്ട് പൂജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേറെ ആര് പൂജിച്ചാലും അതിൽ ഞാൻ സന്തുഷ്ടനാവട്ടെ. മറ്റുള്ളവർ പൂജിക്കുമ്പോൾ അത് തന്നെ എൻ്റെ പൂജയായി ഞാൻ കരുതുമാറാകട്ടെ. അവർക്ക് കിട്ടുന്ന ആനന്ദം എനിക്ക് കിട്ടുന്ന ആനന്ദമായി ഞാൻ കരുതട്ടെ. നമുക്ക് വലിയൊരു ഒരു ഉയർന്നൊരു ചിന്തനയാണ്. ഇങ്ങനെ താതാത്മ്യം പ്രാപിച്ച് നമ്മൾ സജ്ജനങ്ങളുമായി ഐക്യം പ്രാപിക്കുന്നു. ആദ്യം സർവാത്മഭാവത്തിലേക്കുള്ള വികാസത്തിൻ്റെ ഒരു പടിയാണിത്. സർവവും ആത്മാ, സർവവും ഞാൻ തന്നെ എന്നുള്ള ഭാവത്തിലേക്ക് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ എന്ന് പറഞ്ഞില്ലേ? അഖിലം ഞാനിതെന്ന വഴി തോന്നാൻ ആദ്യത്തെ പടിയായി സജ്ജനങ്ങളുമായി ഞാൻ ഐക്യം പ്രാപിക്കട്ടെ. സജ്ജനങ്ങളൊക്കെ ഞാൻ തന്നെയാണെന്ന് എനിക്ക് ഭാവിക്കാൻ കഴിയട്ടെ. ആദ്യം ഞാൻ അവരുമായിട്ട്, ദേവീ ഭക്തന്മാരുമായിട്ട് ഐക്യത്തെ പ്രാപിക്കട്ടെ, തന്മയീഭാവം പ്രാപിക്കട്ടെ. അതിനുശേഷം പിന്നെ ഞാൻ ലോകത്തിലുള്ള എല്ലാവരുമായിട്ടും ഐക്യം പ്രാപിക്കും. അപ്പോൾ ഇത് ആദ്യത്തെ പടിയാണ്. തന്മയീഭാവം, താതാത്മ്യം. ആരൊക്കെ പൂജിക്കുന്നുവോ അവരുമായി ഞാൻ ഐക്യം പ്രാപിക്കട്ടെ. അപ്പോൾ ആരൊക്കെ ദേവിയെ ഭജിക്കുന്നത് കാണുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവണം. അവരുമായി നമ്മൾ ഐക്യം പ്രാപിക്കണം. അവരുമായി മത്സരിക്കുകയല്ല വേണ്ടത്. അവരുമായിട്ട് ദ്വൈതഭാവം, ഭേദഭാവന ഉണ്ടാവുകയല്ല വേണ്ടത്. ദേവിയെ ഭജിക്കുന്നവരെല്ലാം നമ്മുടെ ആത്മസ്വരൂപം തന്നെയാണ്. ദാ എനിക്ക് പകരം അദ്ദേഹം ദേവിയെ പൂജിക്കുന്നു എന്ന് കരുതുക. ഞാൻ പൂജിക്കേണ്ടതിന് പകരം അദ്ദേഹം പൂജിക്കുന്നു. ഇപ്പം നമ്മൾ അങ്ങനെയുള്ളോ? ക്ഷേത്രങ്ങളിലൊക്കെ പൂജകന്മാരെ വെച്ചിട്ടാണല്ലോ പൂജിക്കുന്നത്. നമുക്ക് നേരിട്ട് പൂജിക്കാൻ ഒഴിവില്ല, കഴിവില്ല, പല പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പുരോഹിതന്മാരെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ പുരോഹിതന്മാർ പൂജിക്കുമ്പോൾ നമ്മൾ നോക്കി നിന്ന് ആ പുരോഹിതന്മാരുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക. അവരുടെ ഉള്ളിൽ അവരുടെ ആത്മാവായി നമ്മുടെ ആത്മാവിനെ പ്രതിഷ്ഠിക്കുക. അതെ, ഞാൻ തന്നെയാണ് ആ പുരോഹിതന്റെ ഉള്ളിലിരുന്ന് പുരോഹിതന്റെ കരചരണങ്ങളിലൂടെ ദേവിയെ പൂജിക്കുന്നത് എന്ന് ഭാവന ചെയ്യുക. അപ്പൊ നമ്മൾ പൂജ ചെയ്തതിന് ഫലമായി. നമ്മൾ തന്നെയാണ് പൂജ ചെയ്യുന്നത്. എൻ്റെ കൈയായി അതാ പുരോഹിതന്റെ കൈ, എൻ്റെ നാവായി പുരോഹിതന്റെ നാവ് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. അങ്ങനെ എന്തൊക്കെ ഞാൻ പൂജയ്ക്ക് ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ഞാനതാ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. ആ പുരോഹിതന്റെ ശരീരത്തിലൂടെ ഞാൻ അതെല്ലാം പ്രകടിപ്പിക്കുന്നു. അപ്പൊ ആ പുരോഹിതനും ഞാനും തമ്മിൽ അഭേദഭാവം. ഞാൻ തന്നെയാണ് അദ്ദേഹം എന്ന് ഭാവന ചെയ്ത്, അതിനാണ് നമ്മൾ പല പൂജകളും ചെയ്യുമ്പോൾ ഭർത്താവ് പൂജ ചെയ്യുമ്പോൾ ഭാര്യ തൊട്ടു നിന്നാ മതി എന്ന് പറയും. ഒന്ന് തൊട്ടു നിന്നാ മതി എന്ന് പറയും, അല്ലേ? ഇപ്പൊ ബലികർമ്മങ്ങളോ പൂജാകർമ്മങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ വേറൊരാൾ തൊട്ടു നിന്നാൽ അവർക്ക് ആ ബലം എന്ന് പറയും. എന്തുകൊണ്ട്? ആ ഒരു തൊട്ടു നിൽക്കുമ്പോൾ ആ ഒരു തന്മയീ ഭാവം ഉണ്ടാവണം. ഇത് ഞാനും കൂടി ചെയ്യാണ്, ഞാനും കൂടി ഇവിടെ അംഗമാണ്, ഇതിൽ ഇൻവോൾവ്ഡ് ആണ്, എൻ്റെ കൈയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എനിക്ക് കൈ ഒഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ
പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ഞാൻ ചെയ്യിക്കുന്നു, ഞാൻ തന്നെയാണ് അതിലൂടെ ചെയ്യുന്നത് എന്ന് ഭാവന ചെയ്തുകൊണ്ട് ആ ചെയ്യുന്ന ആളെ തൊട്ടു നിന്നാൽ നമുക്ക് ആ ഫലം കിട്ടും. ഭർത്താവ് ചെയ്യുമ്പോൾ ഭാര്യ തൊട്ടു നിന്നാൽ മതി, അച്ഛനോ അമ്മയോ ചെയ്യുമ്പോൾ മക്കൾ തൊട്ടു നിന്നാൽ മതി, മക്കൾ ചെയ്യുമ്പോൾ അമ്മ തൊട്ടു നിന്നാൽ മതി. അപ്പം ആ ഫലം കിട്ടുമെന്ന് പറയും. ഇവിടെ തൊടുക എന്നുള്ളത് ഒരു ഫിസിക്കൽ ടച്ച് വേണമെന്നില്ല, മനസ്സുകൊണ്ട് തൊട്ടാൽ മതി, മനസ്സുകൊണ്ട് താദാത്മ്യം പ്രാപിച്ചാൽ മതി. അപ്പൊ ആരൊക്കെ പൂജ ചെയ്യുന്നുവോ അവരുമായിട്ടൊക്കെ നമുക്ക് താദാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കാം. എന്ത് നല്ലൊരു ഭാവനയാണ്. ആരൊക്കെ എവിടെയൊക്കെ പൂജിക്കുന്നുവോ അവരൊക്കെ നമുക്ക് വേണ്ടി തന്നെ പൂജിക്കുകയാണ്, നമ്മൾ തന്നെയാണ് അവരിലൂടെ പൂജിക്കുന്നത് എന്ന് ഒരു നല്ലൊരു ഭാവന നിങ്ങൾ വളർത്തിയെടുക്കൂ. എവിടെ ചെന്നാലും ആര് പൂജിക്കുന്നത് കാണുമ്പോഴും നമുക്ക് ആ പ്രസാദം അനുഭവിക്കാം, അനുഗ്രഹം അനുഭവിക്കാം. സ്വയം പ്രസാദസ്തവ, ഇതാണ് ഞാൻ അമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രസാദം. ഈ പ്രസാദം എനിക്കുണ്ടാവട്ടെ. ഇങ്ങനെ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രസാദമായി ഞാൻ കരുതുന്നു. ഇങ്ങനെ എല്ലാവരുമായും താദാത്മ്യം പ്രാപിച്ച് അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് അമ്മയുടെ പ്രസാദമെന്ന് ഞാൻ കരുതുന്നു. അമ്മ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമ്മൾ കിടന്ന കിടപ്പിൽ വയ്യാതെ കിടക്കുകയാണെങ്കിലും അപ്പുറത്തോ ഇപ്പുറത്തോ ആരെങ്കിലുമൊക്കെ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അവരുമായി താദാത്മ്യം പ്രാപിക്കുക. നമ്മൾ കിടന്ന കിടപ്പിൽ തന്നെ കിടന്നോളൂ, കുഴപ്പമില്ല. എണീക്കാൻ വയ്യെങ്കിൽ അവിടെ തന്നെ കിടന്നോളൂ. പക്ഷെ ആ മറ്റൊരാൾ അപ്പുറത്ത് പൂജ ചെയ്യുമ്പോൾ അവരുമായിട്ട് ഐക്യം പ്രാപിച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന പൂജയായി അവർക്ക് കിട്ടുന്ന സന്തോഷം നമുക്കും അർഹതപ്പെടുന്നതാണ്. അതിൻ്റെ പാതി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇൻഫിനിറ്റിക്ക് പാതിയില്ല. അനന്തമായ ആനന്ദം അത് നമുക്കും അർഹതപ്പെട്ടതാണ്. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാവനയാണ് ഇത്. അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി ചിന്തിക്കുക. യസ്ത്വാം പശ്യതി പാർവതി പ്രതിദിനം ധ്യാനേന തേജോമയീം മന്യേ സുന്ദരി തത്വമേതദഖിലം വേദേഷു നിഷ്ഠാം ഗതം യസ്തസ്മിൻ സമയേ തവാർച്ചന വിദൗ ആനന്ദസാന്ദ്രാശയോ യാതോഹം തദഭിന്നതാം പരശിവേ സോയം പ്രസാദസ്തവ. ഗണാദിനാദം വടുഗം ച യോഗിനീഃ ക്ഷേത്രാദിനാദം ച വിദിക്ചതുഷ്ടയേ സർവോപചാരൈ പരിപൂജ്യ ഭക്തിതോ നിവേദയാമോ ബലിമുക്തയുക്തിഭിഃ. ഗണാദിനാദം വടുഗം ച യോഗിനീഃ ക്ഷേത്രാദിനാദം ച വിദിക്ചതുഷ്ടയേ സർവോപചാരൈ പരിപൂജ്യ ഭക്തിതോ നിവേദയാമോ ബലിമുക്തയുക്തിഭിഃ. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ശ്രീപുരത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീചക്രത്തിൻ്റെ ആവരണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 4 കോണുകളിൽ 4 പേരെ വണങ്ങിയിട്ടാണ് അകത്തേക്ക് പ്രവേശിച്ചത്. ഇവിടെ അപ്പോൾ അവർക്ക് വീണ്ടും ബലി സമർപ്പിക്കുന്നു. ആരൊക്കെയാണ് അവർ? ഗണാധിനാഥനും വടുകനും യോഗിനിയും ക്ഷേത്രപാലനും. അപ്പൊ അവരെ അതാത് സ്ഥാനങ്ങളിൽ, അതാണ് വിദിക് ചതുഷ്ടയെ. വിദിക്ക് എന്നാൽ ദിക്കല്ല, കോണുകളെയാണ് വിദിക്കുകൾ എന്ന് പറയുന്നത്. ദിക്ക് എന്ന് പറയുന്നത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. വിദിക്ക് എന്ന് പറയുമ്പോൾ കിഴക്ക്, തെക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ഈ മൂലകൾ വിദിക്കുകൾ. അപ്പൊ വിദിക് ചതുഷ്ടയെ 4 വിദിക്കുകളിലുള്ള ഗണാധിനാഥൻ അഥവാ ഗണനാഥൻ, ഗജനാഥൻ അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ, വടുക ഭൈരവൻ എന്നതായിട്ടുള്ള പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ തെക്ക് കിഴക്ക് ഗണനാഥനെയും തെക്ക് പടിഞ്ഞാറ് വടുക ഭൈരവനെയും കന്നിമൂലയില്, അതുപോലെ വടക്ക് പടിഞ്ഞാറ് യോഗിനിമാരെയും ക്ഷേത്രപാലനെ വടക്ക് കിഴക്കും.
ക്ഷേത്രാദിനാദം. അപ്പൊ ക്ഷേത്രപാലനെ വടക്ക് കിഴക്കുമായിട്ട് സർവ ഉപചാരൈഹി ഭക്തിദഃ പരിപൂജ്യ, എല്ലാ ഉപചാരങ്ങളോടും ഭക്തിപൂർവം പൂജിച്ച്, നന്നായി പൂജിച്ച്, ഉക്തയുക്തിഭിഹി ബലിം നിവേദയാമഹ. ഉക്തയുക്തിഭിഹി, ഉക്തയുക്തികൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമൊക്കെ പറയപ്പെട്ടിരിക്കുന്ന യുക്തികളോടുകൂടെ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ട നിയമപ്രകാരം, ശാസ്ത്രപ്രകാരം ഭക്തിയോടുകൂടി ഞാൻ ബലികളെ സമർപ്പിക്കുന്നു, അവർക്കുള്ളതായിട്ടുള്ള പൂജാദ്രവ്യങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. മറ്റത് വരുമ്പോൾ തൊഴുതുകൊണ്ട് വരികയാണ് ചെയ്തത്. ഇനി തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും എന്താണ് അർഹിക്കുന്നതായിട്ടുള്ള ബലി സമർപ്പിക്കുകയാണ്, എല്ലാവർക്കും നിവേദ്യങ്ങൾ സമർപ്പിക്കുകയാണ് എന്നർത്ഥം. ഗണാദിനാദം വടുകം ച യോഗിനീഹി ക്ഷേത്രാദിനാദം ച വിദിക്ച ദുഷ്ടയേ സർവോപചാരൈഃ പരിപൂജ്യ ഭക്തിതോ നിവേദയാമോ ബലിമുക്തയുക്തിഭിഃ. അപ്പൊ ദേവിയുടെ ഭൂതഗണങ്ങളാണ് ഇവരെല്ലാം. ഇവരെ പൂജിക്കുന്നതിലൂടെ നമ്മൾ വീണ്ടും ഈ ലോകത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇനി പൂജ കഴിഞ്ഞാൽ അപ്പോൾ ഈ ലോകത്തിൽ ആരെ കാണുമ്പോഴും അവരൊക്കെ ദേവിയുടെ ഭൂതഗണങ്ങളായി, ദേവിയുടെ പരിചാരകന്മാരായി, ദേവിയുടെ പാർഷദന്മാരായി അവരെ ബഹുമാനിക്കാനുള്ളതായിട്ടുള്ളൊരു ഭാവന വികസിപ്പിക്കാനുള്ള ഒരു അഭ്യാസമാണ് ഈ ഭൂതഗണങ്ങൾക്ക്, ദേവിയുടെ പാർഷദഗണങ്ങൾക്ക്, ദേവിയെ സേവിക്കുന്നതായിട്ടുള്ള ചുറ്റുപാടുള്ള എല്ലാവർക്കും ഉപചാരങ്ങൾ സമർപ്പിക്കുന്നത് ദേവിയോടുള്ള ബഹുമാനം തന്നെയാണ് ഇവരോടും പ്രകടിപ്പിക്കുന്നു. എന്ന് പറയുമ്പോഴോ ഈ ശ്രീപുരം അഥവാ ശ്രീചക്രം ഈ പ്രപഞ്ചത്തിന്റെ രൂപമാണ്. അപ്പൊ പ്രപഞ്ചത്തിലെ ഓരോ ഭാഗത്തുമുള്ള ഓരോരുത്തരെയും ഈ ശ്രീചക്രത്തിലെ ദേവതകളായി ഞാൻ കാണുന്നു. പ്രപഞ്ചത്തിൽ ഞാൻ ആരുമായിട്ട് എന്ത് വ്യവഹാരം ചെയ്യുമ്പോഴും അതെല്ലാം ഒരു ഭക്തിഭാവനയോടെ, ബഹുമാന ആദരവുകളോടെ, എല്ലാം ദേവിയുടെ വിഭൂതികളാണെന്നുള്ള ഭാവനയോടെ എല്ലാവരോടും ഞാൻ സ്നേഹപൂർവം, ഭക്തി ബഹുമാനപൂർവം ഞാൻ പെരുമാറും. ഐ വിൽ ഗീവ് റെസ്പെക്ട് ടു ഓൾ. ഞാൻ മറ്റുള്ളവർ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് കാത്തിരിക്കില്ല. ഞാൻ ആദ്യമേ അങ്ങോട്ട് എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കും. അങ്ങനെ ഞാനൊരു ശീലമാക്കും. അപ്പോൾ ഇങ്ങോട്ട് എനിക്ക് റെസ്പെക്ട് പിന്നെ കിട്ടിക്കോളും. കാലം കൊണ്ട് ഉടനെ കിട്ടിയില്ല എന്ന് വരും, അത് സാരമില്ല. എല്ലാവരും എന്നെ മനസ്സിലാക്കി വരുമ്പോൾ കാലം എടുക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും, ഇവൻ ആള് ശുദ്ധനാണ്, ഇവൻ ആത്മാർത്ഥമായിട്ടാണ് നമ്മളെ ബഹുമാനിക്കുന്നത്, ഇത് ജാടയല്ല, കാര്യം കാണാനുള്ള വേഷം കെട്ടല്ല, ഇത് സിൻസിയറാണ് എന്ന് കാലം കഴിയുമ്പോൾ ആളുകൾ മനസ്സിലാക്കും, തിരിച്ചു വരും. ഇപ്പൊ നമ്മൾ ഇതുവരെ എങ്ങനെയോ ജീവിച്ചു പോട്ടെ, ആരെയൊക്കെയോ വെറുപ്പിച്ചു പോട്ടെ, നമുക്ക് തിരുത്താം, നമുക്ക് നമ്മുടെ ജീവിത ശൈലി ഒന്ന് മാറ്റാം. നമുക്ക് ചുറ്റും കാണുന്നവരെയൊക്കെ ദേവിയുടെ വിഭൂതികളായി, ദേവിയുടെ പാർഷദന്മാരായി, ഭൂതഗണങ്ങളായി, സേവകന്മാരായി, പരിചാരകന്മാരായി, ദേവിയുടെ ഗവർണേഴ്സായിട്ട് ഓരോ അധികാരികളെയും നമുക്ക് കാണാം. ദേവി നിശ്ചയിച്ച ആളുകളാണ് ഓരോ സ്ഥാനത്തിരിക്കുന്നത്. അപ്പൊ അവരെ ചെന്ന് റെസ്പെക്ട് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും അവരിങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാലം വരും. ഇങ്ങനെ എല്ലാവരും പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ എന്ത് സുഖമായിരിക്കും ഈ ലോകം. എല്ലാവരും ദേവിയുടെ മക്കൾ, ദേവിയുടെ കുടുംബക്കാർ, ദേവിയുടെ വിഭൂതികൾ. മാതാമേ പാർവതീ ദേവി പിതാ ദേവോ മഹേശ്വരഃ ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ഈ ആശയം ഈ രീതിയിലും പ്രാബല്യത്തിൽ വരുത്താം നമുക്ക്. മാതാമേ പാർവതീ ദേവി പിതാ ദേവോ മഹേശ്വരഃ ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം.
വളരെ ഉദാത്തമായിട്ടുള്ളൊരു ഭാവനയാണ്, വികസിപ്പിക്കാൻ ശ്രമിക്കാം. ഗണാദിനാദം വടുകം ച യോഗിനീഹി ക്ഷേത്രാദിനാദം ച വിദിക്തദുഷ്ടയേ സർവോപചാരൈഃ പരിപൂജ്യ ഭക്തിതോ നിവേദയാമോ ബലിമുക്തയുക്തിഭിഃ. നിവേദയാമോ ബലിമുക്തയുക്തിഭിഃ. ഇന്നവിടെ നിൽക്കട്ടെ, നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. 11 മണിക്ക് ഗജേന്ദ്രസ്തുതി തുടരും. വൈകുന്നേരം ഗീതയുമുണ്ട്. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസ. ഹരി ഓം. നാരായണ.